അരുണ്, ഈ ഇടതുമുന്നണി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല, മറിച്ച് വിവാദങ്ങൾക്ക് പിന്നാലെ പോകുന്നു എന്ന് UDF-ന്റെ ആരോപണമായിരുന്നു. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് തിരികേശ വിവാദം ഉയർത്തിയത് ബോധപൂർവം തന്നെയല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിൽ UDF പ്രതിരോധത്തിലായെന്നുള്ള വസ്തുതയാണ്. കോൺഗ്രസിന്റെ പ്രഖ്യാപിത മതേതര നിലപാടുണ്ട്, അതിനെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം തന്നെ മതരാഷ്ട്രമാണ്. അത് മാറ്റിയത് പ്രതിഷേധം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിവാദം ഇവിടെ ചർച്ചയായാൽ ഒരുപക്ഷെ വലിയ തിരിച്ചടിയാകും. ചർച്ചയായിട്ടുള്ളത് ഉറപ്പാണ്. ഏത് തരത്തിൽ തിരിച്ചുണ്ടാക്കുമെന്ന് കണ്ടറിയണം. പക്ഷേ അതിന് പകരം CPM-നെ പ്രതിരോധിക്കാൻ, CPM-നെ എതിർക്കാൻ അവർക്ക് ആദ്യം കണ്ടത് PDP ആണ്. പക്ഷേ PDP അത്ര കണ്ട് ഓടിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. PDP-യും ജമാഅത്തെ ഇസ്ലാമി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി കുറച്ചുകൂടി വർഗീയ സ്വഭാവമുള്ള, ഇപ്പോഴും ആ സ്വഭാവമുള്ള സംഘടനയിൽ അതിനെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാകും ഒരുപക്ഷെ എന്താണോ CPM-ന് നോവുന്നത്, എന്താണോ CPM-ന് കൊള്ളുന്നത്, ആ വിഷയം പണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിക്കൊണ്ട് പറഞ്ഞ തിരികേശ വിവാദം കൊണ്ടുവന്നിട്ടാണ്. അത് തന്നെയാണ് മുസ്ലിം സംരക്ഷകരായാണ് CPM പൊതുവിൽ നിലപാടെടുക്കുന്നത്. ആ സംരക്ഷകർ പണ്ട് എന്താണ്, പ്രത്യേകിച്ചും ഈ കാന്തപുര വിഭാഗമൊക്കെ CPM-നെ കഴിഞ്ഞ കുറേ കാലം പിന്തുണയ്ക്കുന്നുണ്ട്, ഇപ്പോഴും പിന്തുണ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അവിടെ തന്നെ കുത്തി, അവിടെ തന്നെ ഒരു ദുർബലമായ ഒരു സ്ഥാനം കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമിച്ചതാണ്. അതാണ് പ്രതിപക്ഷ നേതാവിന്റെ നീക്കം. അതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പച്ചയ്ക്ക് വർഗീയത പറയുന്നു എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഇത് മറ്റൊരു തരത്തിൽ ഉന്നയിക്കുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇത്തരം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുക ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രചരണ തന്ത്രങ്ങൾ, നേതാക്കളുടെ കഴിഞ്ഞകാല പ്രസ്താവനകൾ, ഇപ്പോഴത്തെ രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇതൊക്കെ കൃത്യമായി ഉന്നയിച്ചുകൊണ്ടുള്ള വ്യത്യസ്തതകൾ ഈ പ്രചരണ രംഗത്തേക്ക് കടന്നു വന്നു എന്നതാണ് പ്രത്യേകത. ഇതിനിടയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പകലുമായി ഈ അവസാന ഘട്ടത്തിൽ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ നടന്ന മറ്റൊരു കാര്യം കൂടി നമുക്ക് പരാമർശിച്ചു പോകാം. അത് സ്വരാജ് ഇന്നലെ നടത്തിയ രാഷ്ട്രീയ നീക്കമാണ്. നമുക്കറിയാം, VV പ്രകാശ് എന്ന മലപ്പുറത്തെ മുൻ DCC പ്രസിഡന്റ്, നിലമ്പൂരെ പഴയ UDF സ്ഥാനാർത്ഥി, അദ്ദേഹവും ആര്യാടൻ ഷൌക്കത്തുമായി നിലനിൽക്കുന്ന ഭിന്നത, അദ്ദേഹത്തിന്റെ മരണശേഷം ആ കുടുംബം ഷൌക്കത്തിനെതിരെടുത്തായ നിലപാട്, അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ആശയക്കുഴപ്പം, ഇത് മുതലെടുക്കുകയായിരുന്നു ഇന്ന് ഇടതുമുന്നണിയുടെ തന്ത്രം. ഇതിന്റെ ഭാഗമായി സ്വരാജ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു. ഇതൊരു സൌഹൃദ സന്ദർശനം എന്ന വാദം ഇടതുമുന്നണിയും ഇടതു സ്ഥാനാർത്ഥിയും മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇതിനു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ കോൺഗ്രസ് ഇന്നെങ്ങനെ നേരിട്ടു എന്നതും ശ്രദ്ധേയമാണ്. കേൾക്കാം നമുക്ക് സ്വരാജിന്റെയും ഒപ്പം കോൺഗ്രസ് നേതാക്കളുടെയും ആ വാക്കുകൾ. മറ്റൊരർത്ഥത്തിൽ കാണേണ്ടതില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള എന്തെങ്കിലും ആരോപണങ്ങൾക്കോ തർക്കങ്ങൾക്കോ ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല. ഞാൻ ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നു. നമുക്കിപ്പോൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ സ്വീകരിക്കുന്നവരും പല കാരണങ്ങളാൽ സുഹൃത്തുക്കളായി ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഒരേ നാട്ടുകാരാകുമ്പോൾ ഒരു സൗഹൃദം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കണക്കാക്കും. സത്യത്തിൽ ആശയപരമായി വിയോജിക്കുമ്പോഴും അങ്ങനെ ഒരു തലം നിലനിൽക്കുന്നത് നല്ലതാണ്. ഇതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഷൗക്കത്തോടെ പോയിട്ടില്ല എന്നതുകൂടി അത് അങ്ങനെ നമ്മളതങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പോയതിനെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിച്ചൊരു ഘടകമല്ല. ഞാൻ പറഞ്ഞില്ല ഇന്നലെ, അത് അത്തരം കാര്യങ്ങൾ എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കുന്നുമില്ല. സ്വരാജ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സമീപിക്കുന്നുണ്ട്, വോട്ട് അഭ്യർത്ഥിച്ച് എല്ലാവരെയും സമീപിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സമീപിച്ച കൂട്ടത്തിൽ പഴയ പ്രകാശന്റെ, കോൺഗ്രസ് നേതാവായിരുന്ന പ്രകാശന്റെ കുടുംബത്തെയും സന്ദർശിച്ചിട്ടുള്ളത് ശരിയാണ്. അത് സാധാരണയുള്ള സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ആ സന്ദർശനം ഉണ്ടായത്. പ്രകാശന്റെ കുടുംബത്തോട് കോൺഗ്രസ് അനീതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേവലാതിയും പ്രയാസങ്ങളും അവർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതവർ സഹിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ഇതാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം സ്വരാജ് അന്തരിച്ച VV പ്രകാശിന്റെ വീട്ടിൽ പോയി വോട്ട് ചോദിക്കുന്നത് കണ്ടു. അതൊക്കെ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ UDF ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. UDF-ന്റെ ഒരു സിംഗിൾ വോട്ട് പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി കേരളത്തിലെ ഈ ദുസ്ഥിതി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു വലിയ വിഭാഗം LDF വോട്ട് UDF-ൽ ലഭിക്കും. അല്ല, അതൊക്കെ എന്തിനാ ആ വീട്ടിൽ പോണത്? ആ വീട്ടിലായ പോണത് ഷൗക്കത്തിന്റെ പ്രദേശമൊക്കെ അപ്പുറത്ത് താമസിക്കേണ്ട. അവിടെ ഒന്നും ഷൗക്കത്ത് പോയിട്ടില്ലല്ലോ, ജോയിയുടെ വീട്ടിൽ പോയിട്ടില്ലല്ലോ. എത്ര പേരുടെ വീട്ടിൽ ഷൗക്കത്ത്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാര്, അവരെയൊക്കെ അവിടെ ഷൗക്കത്ത് പോകണം.
വി പ്രകാശിന്റെ വീട്ടിൽ എന്തിനാ ഷൗക്കത്ത് പോണ്? അത് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതൊക്കെ വിവാദമാക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. അതൊന്നും നിങ്ങൾ ദേശാഭിമാനി തീരുമാനിക്കണ്ട. എവിടെ പോകണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ. യെസ്, എന്തായാലും സ്വരാജ് വിവാദം ഏച്ചിയിട്ടില്ല, ഈ സ്വരാജ് ഉയർത്തിവിട്ട വിവാദം ഏറ്റിയിട്ടില്ല എന്നതാണ് UDFന്റെ അവകാശവാദം. വി പ്രകാശിന്റെ കുടുംബം ഇപ്പോഴും പാർട്ടിക്കും സംഘടനയ്ക്കും ഒപ്പമാണ്. ദേശീയത എന്ന കോൺഗ്രസിന്റെ വാദത്തിനൊപ്പം തന്നെ അവർ നിൽക്കുമെന്ന അവകാശവാദം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും അതൊരു ആശയക്കുഴപ്പമുണ്ട്. അരുണ, ഇന്ന് കേട്ട ഒരു റൂമർ, ഈ പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിൽ വന്നപ്പോൾ ഈ കുടുംബത്തിൽ പോവാൻ ശ്രമിച്ചുവെന്നും അതിൽ ഷൗക്കത്തിനെ കൊണ്ടുപോയി ആ മഞ്ഞൊരുക്കാൻ ശ്രമിച്ചു എന്നതാണ്. പക്ഷേ അത് ഫലം കണ്ടില്ല എന്നൊരു ആക്ഷേപം റൂമറായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? വസ്തുത ഇല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. നമ്മൾ അന്വേഷിച്ചു. പക്ഷേ പ്രിയങ്ക ഗാന്ധി ആ വീട്ടിൽ പോകാനിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് തിരക്ക് കാരണം പോകാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് വിശദീകരണം. പക്ഷേ ഈ കഥയായി വന്നതും കൂടി പറഞ്ഞു പോകാം. കഥയാണ്, പൂർണ്ണമായി കഥ വിശ്വസിക്കാവുന്ന ഒരു കഥയല്ല ഇത്. പ്രിയങ്ക ഗാന്ധിക്ക് ഷൗക്കത്തിനെയും കൊണ്ട് വി പ്രകാശ് വീട്ടിലേക്ക് പോകാൻ കോൺഗ്രസ് നേതൃത്വം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. പക്ഷേ അത് ഷൗക്കത്തിന്റെ പ്രകാശിന്റെ കുടുംബം പ്രിയങ്ക ഗാന്ധിക്ക് വരാം, അവർ പാർട്ടിയുടെ നേതാവാണ്, പക്ഷേ ഷൗക്കത്ത് അങ്ങോട്ട് വരേണ്ട എന്ന നിലപാടെടുത്തു എന്നാണ് ഇടത് കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന കഥ. പക്ഷേ അത് കോൺഗ്രസ് സ്ഥിരീകരിക്കുന്നില്ല. അത് കഥയായി തന്നെ നിൽക്കുന്നു. അനുമോദം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണും. തീർച്ചയായും അക്കാര്യത്തിൽ നമ്മൾ വി പ്രകാശിന്റെ കുടുംബവുമായി സംസാരിച്ചിരുന്നു. അതുപോലെ വി പ്രകാശിനോട് രാഷ്ട്രീയമായി അടുത്ത് നിൽക്കുന്ന ഇപ്പോഴും നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഷൗക്കത്ത് ഇതുവരെ വരാൻ അനുവാദം ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഷൗക്കത്ത് അവിടേക്ക് വരാൻ തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അനുവാദം കൊടുക്കാത്തതുകൊണ്ടല്ല, വരാൻ തയ്യാറ്. ഒരുപക്ഷെ അനുവാദം കൊടുക്കില്ല എന്ന ധാരണയിൽ അതായിരിക്കാം. ഈ ഷൗക്കത്തിന്റെ ആളുകളോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവരും പറഞ്ഞത് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമാണ് സ്വരാജിന്റെ ഇന്നലത്തെ രാഷ്ട്രീയം വളരെ വളരെ കൃത്യമാണ്. അത് ഇന്ന് ഉച്ചവരേക്ക് UDFന്റെ ക്യാമ്പിനെ അങ്കലാപ്പിലാക്കുവാനും UDFന്റെ ആ പ്രതിരോധത്തിലാക്കുവാനും ഈ സ്വരാജിന്റെ സന്ദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് അൻവർ വരെ ഇന്ന് അൻവർ എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം കൂടി പറയാം. അൻവർ നമ്മൾ ഞാൻ മനുഷ്യന്മാരെ കാണാൻ പോകുന്നു എന്നാണല്ലോ ഷൗക്കത്ത് പ്രകാശന്റെ കുടുംബത്തിലുള്ള മനുഷ്യന്മാരല്ലേ എന്നാണ് തിരിച്ചു വയ്ക്കുന്നത്. കൃത്യമായിട്ട് ആ സന്ദർശനം രാഷ്ട്രീയമായിട്ട് UDFനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിജയരാഘവൻ പറഞ്ഞത് UDF സ്ഥാനാർത്ഥിക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പോലും പോകേണ്ട അവസ്ഥയുണ്ട്. ഉദാഹരിച്ചത് ഈ സംഭവമാണ്. യെസ്, എന്തായാലും ഈ വി പ്രകാശിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഷൗക്കത്തിനുള്ള അകൽച്ച അതൊരു ഇടയ്ക്കൊരു പ്രതിസന്ധി തന്നെയാണ് UDFന് എന്ന കാര്യം പറയാതെ പറയുന്നു UDF കേന്ദ്രങ്ങൾ എന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ പാച്ചപ്പ് ചെയ്തു കഴിഞ്ഞു, ഒരു പ്രതിസന്ധിയുമില്ല എന്ന വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇത് എത്ര കണ്ട് ഫലം ചെയ്യുമെന്ന് കരുതാം. എന്തായാലും UDF അവകാശപ്പെടുന്ന 15,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഏത് കണക്കിലാണ് ഉണ്ടാവുക? അത് രാഷ്ട്രീയപരമായ ഒരു നേട്ടമായി UDFന് മാറിയെങ്കിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ UDFന് അവകാശപ്പെടാനുണ്ട്. സ്വാഭാവികമായും അത് അങ്ങനെ ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടതു ക്യാമ്പുകളുടെ പ്രതീക്ഷ ഇങ്ങനെയാണ്. അവിടെ ഇപ്പോൾ പ്രധാനമായും അൻവർ സമാഹരിക്കുന്ന വോട്ടുകളിലൂടെ സ്വരാജിന് വിജയിച്ചു കയറുക എന്നൊരു പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അൻവർ ഇതുവരെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഷൗക്കത്തിനെതിരെ കടുകടുത്ത നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയാണ്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി സത്തിനെതിരായ വിധിയെടുത്തു എന്ന് പറയുമ്പോൾ അൻവർ ഇത്തവണ തന്റെ പ്രതിയോഗി ഇവിടെ സ്വരാജ് എന്ന് നിശ്ചയിച്ച് തന്നെയാണോ പറയുന്നത്? അതിലെന്തൊരു വ്യക്തതക്കുറവുണ്ടോ? അൻവറിന്റെ നിലപാടിൽ